മുംബൈ പായ്തുനിയിലെ 4 കുടുംബത്തിന്റെ മരണം കേവലം ഒരു തണ്ണിമത്തനിൽ ഒതുങ്ങുന്നതല്ല. രാജ്യം ചർച്ച ചെയ്ത ആ മരണങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് ഭയാനകമായ ചില രഹസ്യങ്ങളാണോ? സാധാരണ ഭക്ഷ്യവിഷബാധ എന്ന് കരുതിയ കേസിൽ ഇപ്പോൾ പുറത്തുവരുന്നത് സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകൾ. ആദ്യം സംശയിച്ചത് തണ്ണിമത്തനെയായിരുന്നു. എന്നാൽ ഡോക്ടർമാർ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കണ്ടത് അമ്പരപ്പിക്കുന്ന കാഴ്ച. തലച്ചോറും ഹൃദയവും കുടലും പച്ച നിറത്തിൽ. ലോകത്ത് ഇത്രയും മാരകമായി ആന്തരികാവയവങ്ങളെ ബാധിക്കുന്ന ഭക്ഷ്യവിഷബാധകളില്ലെന്ന മെഡിക്കൽ വിദഗ്ധർ അടിവരയിടുന്നു. അങ്ങനെയെങ്കിൽ ആ പച്ച നിറത്തിന് പിന്നിലെ കെമിക്കൽ ഏതാണ്? ട്വിസ്റ്റുകൾ അവിടെയും തീർന്നില്ല. കുടുംബനാഥനായ അബ്ദുള്ള ഡൊഗാഡിയയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മോർഫിന്റെ സാന്നിധ്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. കഠിനമായ വേദനാസംഹാരി ഉപയോഗിക്കുന്ന മോർഫിൻ ഇവർ കഴിച്ച ഭക്ഷണത്തിൽ ആരെങ്കിലും ബോധപൂർവം കലർത്തിയതാണോ? അതിലുമപ്പുറം മറ്റൊരു ചോദ്യം ബാക്കിയാകുന്നു. ഒപ്പം ബിരിയാണി കഴിച്ച ബന്ധുക്കൾക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല. പക്ഷേ ഇവർ 4 പേർ കഴിച്ച തണ്ണിമത്തലിലോ അല്ലെങ്കിൽ അവർക്ക് മാത്രം നൽകപ്പെട്ട മറ്റേതെങ്കിലും പദാർത്ഥത്തിലോ മാരകമായ വിഷം കലർന്നിരുന്നോ? കുടുംബം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന പോലീസിന്റെ കണ്ടെത്തൽ ഈ മരണങ്ങൾ ഒരു കൂട്ട ആത്മഹത്യയാണോ എന്ന സംശയത്തിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ഇതൊരു അപകട മരണമല്ല, മറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത കൊലപാതകമോ ആത്മഹത്യയോ ആകുവാനുള്ള സാധ്യതകളിലേക്കാണ് ഫോറൻസിക് തെളിവുകൾ വിരൽ ചൂണ്ടുന്നത്. രാസപരിശോധനാ ഫലം പുറത്തുവരുന്നതോടെ മുംബൈയെ നടുക്കിയ ഈ നിഗൂഢതയുടെ ചുരുളഴിയും. ബന്ധുക്കൾക്കൊപ്പം കഴിച്ച ബിരിയാണിയിൽ ഒന്നും കണ്ടെത്തിയില്ല എന്നത് പോലീസിനെ കുഴയ്ക്കുകയാണ്. എന്നാൽ കുടുംബം മാത്രം കഴിച്ച തണ്ണിമത്തനെ വിഷം കുത്തിവെച്ചതാണോ? അതോ ആ ബിരിയാണി പാത്രത്തിൽ അവർക്ക് മാത്രം വിളമ്പിയ ഭാഗത്ത് മാരകമായ മറ്റെന്തെങ്കിലും ചേർത്തിരുന്നോ? രാസപരിശോധനയ്ക്കായി ചാന്ദ്രികാവയവങ്ങൾ വിളിച്ചു പറയുന്നത് സാധാരണ ഭക്ഷ്യവിഷബാധയല്ല, മറിച്ച് കെമിക്കൽ വാർഫെയറിന് സമാനമായ മാരകമായ വിഷപ്രയോഗമാണ്. എലിവിഷത്തിൽ കാണപ്പെടുന്ന സിങ്ക് ഫോസ്ഫൈഡ് വയറ്റിലെ ആസിഡുമായി ചേരുമ്പോൾ ഫോസ്ഫീൻ വാതകം പുറപ്പെടുവിക്കുകയും അവയവങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഹൃദയവും തലച്ചോറും വരെ പച്ച നിറമായത് ഈ വിഷം രക്തത്തിലൂടെ അതിവേഗം പടർന്നതുകൊണ്ടാണ്. ഇത്രയും വേഗത്തിൽ ഒരു കുടുംബത്തെ ഒന്നടങ്കം തളർത്താൻ മാത്രം ശക്തിയുള്ള വിഷം എങ്ങനെ അവരുടെ ഭക്ഷണത്തിലെത്തി? അബ്ദുള്ളയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മോർഫിൻ അദ്ദേഹത്തിന് സ്വയം കഴിക്കാനാകില്ലെന്ന് പോലീസ് സംശയിക്കുന്നു. മരണത്തിന് തൊട്ടു മുൻപ് കടുത്ത വേദന അനുഭവപ്പെടുമ്പോൾ അദ്ദേഹം നിലവിളിക്കാതിരിക്കാൻ ആരെങ്കിലും ബോധപൂർവം നൽകിയ സെഡേറ്റീവ് ആണോ ഇത്? അതോ ആ രാത്രിയിൽ അവിടെ 5ാമതൊരാൾ ഉണ്ടായിരുന്നോ? പോലീസ് ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിലേക്കാണ്. മൊബൈൽ ആക്സസറീസ് ബിസിനസ്സുകളിൽ അബ്ദുള്ളയ്ക്ക് ചില ശത്രുക്കൾ ഉണ്ടായിരുന്നതായി സൂചനകളുണ്ട്. ഒരു തണ്ണിമത്തൻ കച്ചവടക്കാരനെ കേന്ദ്രീകരിച്ചു തുടങ്ങിയ അന്വേഷണം ഇപ്പോൾ വലിയൊരു ഗൂഢാലോചനയിലേക്കാണ് നീങ്ങുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഓരോ വരിയും ഈ കേസിനെ ഒരു കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് അടുപ്പിക്കുന്നത്. ഫോറൻസിക് ലാബിലെ ആ റിപ്പോർട്ട് വരുന്നതുവരെ മുംബൈ നഗരം ഭീതിയിലാണ്. ഇത് ഭക്ഷണത്തിലെ മായമാണോ അതോ കൃത്യമായി പ്ലാൻ ചെയ്തൊരു ക്രൈമാണോ? സത്യം ഉടൻ തന്നെ പുറത്തുവരും. ആന്തരിക അവയവങ്ങൾ പച്ച നിറമായി മാറിയ പ്രതിഭാസം വെറുമൊരു രാസപ്രവർത്തനമല്ല, അതൊരു മരണ സന്ദേശമാണ്. ഫോറൻസിക് ലാബിൽ നിന്നുള്ള സൂചനകൾ പ്രകാരം ഇവർ കഴിച്ച ഭക്ഷണത്തിൽ അതിശക്തമായ പ്ലാൻ പോയിസണോ അല്ലെങ്കിൽ മാരകമായ കീടനാശിനിയോ കലർന്നിരുന്നു. ബിരിയാണി കഴിച്ച ബന്ധുക്കൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കുകയും കുടുംബം മാത്രം കഴിച്ച തണ്ണിമത്തനെ വിഷം കണ്ടെത്തുകയും ചെയ്തതോടെ ഒരു കാര്യം ഉറപ്പായി, ഇത് ലക്ഷ്യം വെച്ചുള്ള നീക്കമായിരുന്നു. അബ്ദുള്ളയുടെ ശരീരത്തിലെ മോർഫിൻ അദ്ദേഹം സ്വയം കഴിച്ചതുള്ള അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഭക്ഷണത്തിന് ശേഷം നൽകിയ മധുര പലഹാരത്തിലോ അല്ലെങ്കിൽ കുടിക്കാൻ നൽകിയ വെള്ളത്തിലോ ഇത് കലർന്നിട്ടുണ്ടാകാം. കടുത്ത വേദന അനുഭവപ്പെടുമ്പോഴും പുറം ലോകം അറിയാതിരിക്കുവാൻ ഇരകളെ മയക്കി കിടത്താനുള്ള ക്രൂരമായ തന്ത്രമായിരുന്നു ഇത്. തണ്ണിമത്തൻ വിപണിയിലെ വിലയിടിവിനെ കുറിച്ചുള്ള വാർത്തകൾക്കിടയിലും പോലീസ് ശ്രദ്ധിക്കുന്നത് ഈ കുടുംബത്തിന്റെ ഫോൺ കോളുകളിലേക്കാണ്. മരണത്തിന് തൊട്ടുമുൻപ് വന്ന ചില അജ്ഞാത കോളുകൾ, വീട്ടിൽ നിന്ന് കാണാതായ ചില രേഖകൾ, എല്ലാം വിരൽ ചൂണ്ടുന്നത് കുടുംബത്തിനകത്ത് തന്നെയുള്ള ആരുടെയോ ചതിയിലേക്കാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം വൈകുന്നേരത്തോടെ പുറത്തുവരും. ആന്തരികാവയവങ്ങളിലെ ആ പച്ച നിറമേത് വിഷത്തിന്റേതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം കൊലയാളിയുടെ മുഖംമൂടി അഴിഞ്ഞുവിടും. മുംബൈ പോലീസ് കമ്മീഷണർ ഉടൻ തന്നെ വാർത്താസമ്മേളനം നടത്തുമെന്നാണ് വിവരം.